ഇടുത്തിയായി വീണ്ടും പാചകവാതക വില വർധനവ്. വാണിജ്യ സിലിണ്ടറുകൾക്ക് 46 രൂപ കൂടി. 19 കിലോ സിലിണ്ടറിന് 3131 രൂപയാണ് പുതിയ വില. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വില ഇന്നു മുതൽ നിലവിൽ വരും. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് 4ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. മെയ് 1-ന് 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. സ്കൂളുകൾ തുറക്കുന്നു. ടിപ്പർ വാഹനങ്ങൾക്ക് നിയന്ത്രണം. പുതുക്കിയ സമയക്രമം മോട്ടോർ വാഹന വകുപ്പ് പ്രസിദ്ധീകരിച്ചു. രാവിലെ 8 മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മുതൽ 5:30 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. റോഡുകൾ വീണ്ടും സ്കൂൾ തിരക്കുകൾക്ക് വഴിമാറുകയാണ്. റോഡിൽ രാവിലെയും വൈകുന്നേരത്തെയും പീക്ക് അവറുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ടിപ്പർ വാഹനങ്ങളുടെ സമയ നിയന്ത്രണം ക്രമീകരിച്ചതെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതിന് പിന്നാലെ മരട് സ്വദേശി മാർട്ടിൻ മാനുവലിന് നഷ്ടമായത് 3 ലക്ഷം രൂപ. വായ്പ എടുത്ത പണം കൊണ്ട് ഇന്നോവ കാർ വാങ്ങാനായി ഡൽഹിയിലേക്ക് പോകുമ്പോഴായിരുന്നു സൈബർ തട്ടിപ്പ്. സൈബർ പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ ഉറങ്ങുമ്പോഴാണ് കോൾ വന്നതെന്ന് മാർട്ടിൻ പറഞ്ഞു. കോൾ എടുത്തപ്പോൾ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. കോൾ കട്ട് ചെയ്ത ശേഷം ഒരു OTP വന്നു. 1,26,000 രൂപയാണ് ആദ്യം പോയത്. പിന്നെ 65,000 പോയി. പിന്നെ 25,000 രൂപ വീതം 2 തവണയും 5,016 രൂപ വീതം 10 തവണയും നഷ്ടമായെന്ന് മാർട്ടിൻ പറഞ്ഞു. +1 സീറ്റുകളിൽ പുതിയ മാനദണ്ഡം നടപ്പിലാക്കും. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സ്കൂൾ സിലബസിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും +1 സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിനായി പുതിയ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 1 മുതൽ 11 വരെയുള്ള ക്ലാസുകളിലെ സിലബസ് പരിഷ്കരണം കഴിഞ്ഞ തവണ പൂർത്തിയായതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത്തവണ 12ാം ക്ലാസ്സിലെ കൂടി പരിഷ്കരണം വരുന്നതോടെ ഒരു ഘട്ടം പൂർത്തിയാകും. എന്നാൽ സിലബസ് കൂടി കാലോചിതമാകണമെന്ന അഭിപ്രായമുണ്ട്. അതിനാൽ അക്കാദമിക സാമൂഹികമായി കൃത്യമായി ചർച്ചകൾ നടത്തിയ ശേഷം സിലബസിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് കഞ്ചിക്കോട് ലോട്ടറി അടിച്ചത് തെറ്റിദ്ധരിച്ച് വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന് പരാതി. കഞ്ചിക്കോട് KTC ജംഗ്ഷന് തേജസിൽ ബിനുവിനെയാണ് തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചത്. 15 ലക്ഷം രൂപയാണ് മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത്. മെയ് 28-ന് രാത്രിയാണ് അകത്തേറിയിൽ വെച്ച് 5-അംഗ സംഘം കാറിലെത്തി ബിനുവിനെ തട്ടിക്കൊണ്ടുപോയത്. ചാവടി ചിമ്മണാമ്പതിയിലെ ഒഴിഞ്ഞ പ്രദേശത്തെ വീട്ടിനുള്ളിലെത്തിച്ച് കെട്ടിയിട്ട് പണം ആവശ്യപ്പെട്ട് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബിനു പോലീസിന് മൊഴി നൽകി.